ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട്, അതായത് പെർഫെക്റ്റ് ഷോൾഡർ ഫിറ്റിങ്ങോടുകൂടെ ഒരു ബ്ലൗസ് എങ്ങനെ പെർഫെക്റ്റ് ഷേപ്പിൽ സാരി എടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ട്രിക്കാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇനി തയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഫിറ്റിങ്ങിൽ ബ്ലൗസ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അന്നേരം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മളിപ്പോൾ ചുരിദാറിനൊക്കെ ബോഡിക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടക്സ് ഇട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ ചിലർ ബ്ലൗസിൻ്റെ ബാക്കിലും കണ്ടിട്ടുണ്ട് ടക്സ് ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും ബാക്ക് സൈഡിൽ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ ടക്സിൻ്റെ ആവശ്യമില്ല. ആ ടക്സ് ഇട്ട് കൊടുക്കരുത്. അത് കുറച്ച് വർക്കൊക്കെ ഉള്ള ബ്ലൗസ് ആണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിക്ക് ആ ഒരു ഷേപ്പ് കിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ബോഡിക്ക് ഷേപ്പ് കിട്ടുന്ന ഒരു ബ്ലൗസ് ൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പ് ആയിരിക്കും. രണ്ട് സൈഡും ഒരു വി പോലെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്ന എന്താ പറയുക, ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ ആയിരിക്കണം ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ബ്ലൗസിൻ്റെ സ്ട്രെയിറ്റ് ഫിറ്റിംഗ് ആയിരിക്കില്ല. ഒരു സ്ലാൻഡിങ് ലൈനിൻ്റെ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരണം. സ്ട്രെയിറ്റ് ആയിട്ടല്ല വരേണ്ടത്, ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ തന്നെ വരണം. അതായത് ഒരു ചെരിഞ്ഞ വര പോലെ, അതായത് വി ഷേപ്പിൽ വേണം വരാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ടൊന്ന് കണ്ണാടിയിലൊന്ന് നോക്കി നല്ല ഷേപ്പ് ആയിരിക്കും. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ബോഡി ഷേപ്പ് നമുക്ക് തോന്നും. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാരിയിൽ ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ അത് ബ്ലൗസിൻ്റെ ഇതാണ് കൂടുതലും. അപ്പോൾ ബ്ലൗസ് ഈ ഷേപ്പിൽ ആയിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് നല്ല ബോഡി ഷേപ്പ് കിട്ടും. ഒരു ബ്ലൗസിൽ ബോഡി ഷേപ്പ് തോന്നാനായിട്ട് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ, അതുപോലെ തന്നെ ആം ഹോള്, അതുപോലെ പട്ട പീസ് ഉണ്ടല്ലോ നമ്മുടെ, അതേപോലെ ഇടുപ്പിൻ്റെ ആ ഒരു ജോയിൻ്റ്, അതായത് അടിവശത്ത് ആ ഒരു ജോയിൻ്റില്ലേ, ഇത്രയും ഇതിൻ്റെ ഫിറ്റിങ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ടൈറ്റിലായിരിക്കണം. അതായത് ഒരുപാട് ഇറുകി പിടിച്ചിട്ടല്ല, നല്ല ടൈറ്റോട് കൂടെ തന്നെ വേണം. ആ ഫിറ്റിങ്സിൽ ഒരു ലൂസായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് തോന്നില്ല. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യത്തിലാണ് കറക്റ്റായിട്ട് ബോഡി ഷേപ്പ് ഇരിക്കുന്നത്. പിന്നെ വേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു ഷോൾഡർ ഫിറ്റിംഗ് ആയിരിക്കണം. ആ ഷോൾഡർ മെയിൻ ആണ് കേട്ടോ. ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി വരും. ഷോൾഡർ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ വേണം നമുക്ക്. ബോഡിയിൽ നിന്നായാലും ബ്ലൗസിൽ നിന്ന് അളവെടുത്താലും കറക്റ്റ് ബോഡി മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ അളവെടുക്കണം. അപ്പോൾ അളവെടുപ്പിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ഷോൾഡർ ഫിറ്റിങ് കറക്റ്റ് ആവാനായിട്ട് നെക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഷോൾഡറിൽ അളവെടുക്കുന്ന സമയത്ത്, അതായത് നെക്ക് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, നെക്ക് കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്ത് വരെ വന്നിട്ട് വേണം നമ്മളൊന്ന് കർവ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ മോളിൽ നിന്ന് ആ ഒരു കർവ്, ഒരുപാട് മോളിൽ നിന്ന് കർവ് ചെയ്യാനായിട്ട് നോക്കരുത്. നമ്മൾ ആ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ ഷേപ്പ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. ഫ്രണ്ട് നെക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് എവിടെയാണോ നമുക്ക് കർവ് ചെയ്യേണ്ടത് അവിടുന്ന് വേണം കർവ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഒരുപാട് ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കർവ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അല്ലാതെ ഈ കുറച്ച് വിരിച്ച് വെട്ടേണ്ട ഒരു രീതിയാണെങ്കിൽ പോലും അത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ തയ്ച്ച് വന്നിട്ട് ആ അടിവശം വന്നിട്ട് വേണം അതൊന്ന് കർവ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിലും നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര, അപ്പോൾ നമ്മൾ ഹുക്ക് ഇടുന്ന സമയത്ത് ഇത് തമ്മിൽ ഭയങ്കര എന്താ പറയുക ടൈറ്റായിട്ട് പോകും. ടൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹുക്ക് ഇങ്ങനെ ഇടുമല്ലോ, ഹുക്ക് ഇടുമ്പോഴത്തേക്കും എന്താ നല്ല വലിച്ചിൽ വരും. ഇതാ ഇവിടെ ഇങ്ങനെ വലിയും. ഈ വലിച്ചിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറിനെയാണ് അത് ബാധിക്കുന്നത്. ഷോൾഡർ അപ്പോൾ ഇടിയാനായിട്ടുള്ളൊരു സാധ്യത വരും. ഷോൾഡർ ഇടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ ബ്ലൗസ് പോയി, പിന്നെ ഒരു ഭംഗിയില്ല. അപ്പോൾ അതിന് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് അടിഭാഗം എത്തുമ്പോൾ മാത്രമേ കർവ് ചെയ്യാവൂ. അല്ലാണ്ട് നേരത്തെ തന്നെ മുകളിൽ നിന്ന് ഒരുപാട് കർവ് ചെയ്യരുത്. നമുക്ക് വൈഡാക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ ആ വൈഡാക്കുന്ന സ്ട്രെയിറ്റിൽ വേണം, വൈഡാക്കിയിട്ട് അടിഭാഗത്തു നിന്ന് വേണം ആ കർവ് കൊടുക്കാനായിട്ട്. ആ ടേണിങ് വരുന്നത് അടിഭാഗത്തു നിന്ന് തന്നെ വരണം, അല്ലെങ്കിൽ അത് ഭയങ്കര ബോറാവും. അപ്പോൾ ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൈപ്പിംഗ് ഒക്കെ നെക്കിന് കൊടുക്കാറുണ്ടല്ലോ. അപ്പം നോർമൽ ബ്ലൗസിലൊക്കെ നമ്മൾ പൈപ്പിംഗ് കൊടുക്കുമ്പോഴത്തേക്കും വലിച്ച് പിടിച്ചിട്ട് നമ്മൾ തയ്ക്കരുത്. വലിച്ച് പിടിച്ച് തയ്ച്ച് കഴിഞ്ഞാലും ഈ സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ആ ഒരു വലിച്ചിലുണ്ടാവും. അന്നേരം നമുക്ക് ആ ഒരു വലിച്ചിൽ ഇതേപോലെ ബ്ലൗസിനുണ്ടായിട്ട് ഷോൾഡർ ഇടിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നെക്ക് ഒരിക്കലും വലിച്ച് പിടിച്ച് തയ്ക്കരുത്. ഫ്രീ ആയിട്ട് ഇട്ടിട്ട് വേണം നെക്ക് തയ്ക്കാനായിട്ട്. ഫ്രീ ആയിട്ട് ഇട്ടാലും നമുക്ക് സുഖമായിട്ട്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ നെക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇക്കാര്യം കൂടെ
ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഷോൾഡറിൻ്റെ ഫിറ്റിങ് കറക്റ്റ് ആവാനായിട്ട് ഈ 2 കാര്യം മെയിനാണ്. ഇത് നെക്കിനകത്താണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഏകദേശം ഒരു 98% ഷോൾഡറിൻ്റെ പ്രശ്നം ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മാറും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്കിത് ഈ പട്ട പീസിൻ്റെ അവിടെ കണ്ടല്ലോ, അവിടെ നമുക്ക് 3 ഹുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ മുകളിലത്തെ ആ ഒരു ടക്സ് വരുന്നുണ്ടല്ലോ, ആ ടക്സിൻ്റെ അവിടെ 1 ഹുക്ക് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിൽ ഒരെണ്ണം, അങ്ങനെ 5 ഹുക്കിൻ്റെ ആവശ്യമുള്ളൂ. ഈ പട്ട പീസിൻ്റെ അവിടെ 3 എണ്ണം കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് തന്നെ ഇരിക്കണം. അന്നേരം തന്നെ നമുക്ക് ബോഡിക്ക് ഫ്രണ്ടിൽ നല്ല ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് ഷേപ്പിൻ്റെ കാര്യമാണ്. കപ്പ് ഷേപ്പ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ, ഈ ടക്സ് നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കരുത്. ഒരു 1/4 ഇഞ്ച് ചെരിച്ചിട്ടേ നമ്മൾ ആ ടക്സ് ഇടാവൂ, അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടില്ല. കപ്പിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ടാണ്. പിന്നെ അതേപോലെ താഴത്തെ ടക്സ്, അത് നമ്മൾ നോർമലി പിടിക്കുന്ന അറിയാലോ, 1 ഇഞ്ച് തൊട്ട് 1.5 ഇഞ്ചൊക്കെ വരെ നമ്മൾ ടക്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഈ 2 ടക്സും പിടിച്ചിട്ട് നമുക്ക് 3ാമത്തെ ടക്സ് നമുക്ക് സുഖമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീഡിയോയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തേക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതുകൂടാണ്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് എന്തായാലും വേണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പട്ട പീസ് ഉണ്ടല്ലോ, ഈ പട്ട പീസിൻ്റെ കാര്യമാണ്. ഈ ഫ്രണ്ട് ആ ലെഫ്റ്റ് സൈഡിനേക്കാളും കുറച്ച് 1/2 ഇഞ്ച് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ റൈറ്റ് സൈഡിലെ പട്ട പീസ് ഇരിക്കാനായിട്ട്. സൈഡിൽ ജോയിൻറ്റിൻ്റെ അവിടെ 1/2 ഇഞ്ച് എപ്പോഴും കുറഞ്ഞിരിക്കണം. ചിലർ കുറച്ച് കയറ്റിയൊക്കെ വെക്കാറുണ്ട്, പക്ഷേ ആ കയറ്റി വെക്കേണ്ട എപ്പോഴും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ജോയിൻറ്റിൻ്റെ അവിടത്തേക്ക് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബോഡിക്ക് നല്ല ഷേപ്പ് തോന്നും. അപ്പോൾ ആ എന്താ പറയുക, നമ്മുടെ ഹുക്കിൻ്റെ അവിടെ ആ ഒരു ഏരിയയിൽ നമുക്ക് എപ്പോഴും ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് താഴത്തേക്ക് വരുന്നവർ 1/2 ഇഞ്ചൊന്ന് കുറച്ചിട്ട് തന്നെ വയ്ക്കുക. ബോഡിക്ക് നല്ല ഷേപ്പ് കിട്ടും. ഈ പട്ട പീസ് ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്കും ചിലർ കണ്ടിട്ടുണ്ടാവും, അതായത് നമുക്ക് ഇവിടെ ഒരു 4ാമത്തെ ഡോട്ട് ഇട്ടിട്ട് ചിലരുടെ ബ്ലൗസ് അങ്ങനെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ 4ാമത്തെ ഡോട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ടക്സിൻ്റെ ആവശ്യം വരില്ല. നല്ല ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് നമുക്കിതൊക്കെ കിട്ടും. അപ്പം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ഇത് തന്നെ മെത്തേഡ് ഫോളോ ചെയ്തോളൂ, നല്ല ഷേപ്പായിരിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഈ ഗ്യാപ്പാണ്. കണ്ടല്ലോ, ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ സ്റ്റിച്ച് വരെയുള്ള ഈ ഗ്യാപ്പ് ഒരു 2 ഇഞ്ച് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. 2-2.5 വരെ ആകാം കേട്ടോ മാക്സിമം. കുറച്ച് ഒന്ന് ഇത്തിരി കുറഞ്ഞെന്ന് പറഞ്ഞാലും കുറഞ്ഞെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ലെങ്കിലും കുറയാനായിട്ട് നിൽക്കേണ്ട. 2 ഇഞ്ച് എന്തായാലും ഉണ്ടാവും. 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒന്നും വരരുത്. അപ്പോൾ ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അടുത്ത് വന്ന് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് വൈഡായിട്ട് പോവുമോ, 3 ഇഞ്ചോ 4 ഇഞ്ചോ അങ്ങനെയൊക്കെ ആയി അതങ്ങോട്ട് പോവുകയാണെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബ്ലൗസിൻ്റെ ഹുക്ക് ഇടുമല്ലോ, ഹുക്ക് ഇടുന്ന സമയത്ത് അത് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അതായത് നമ്മുടെ ഇതിങ്ങനെ ടൈറ്റായിട്ട് പോകും. നമ്മൾ ആ ഹുക്ക് ഇടുമ്പോഴത്തേക്കും ഇതിങ്ങനെ ടൈറ്റായിട്ട് ആ ബാക്ക് സൈഡ് നമുക്ക് ഫ്രണ്ടിലോട്ട് കയറി വരും. മനസ്സിലായില്ലേ? ബാക്ക് സൈഡ് ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ ഒരുമാതിരി ചുരുങ്ങി ടൈറ്റ് പിടിച്ചിട്ടിരിക്കുന്ന, ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. ആകെ കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരുമാതിരി ഇറുകി പിടിച്ചിരിക്കുന്ന ഒരു ഫീല് മറ്റുള്ളവർക്ക് തോന്നും. അത് ഡിസൈൻ ബ്ലൗസൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ബാക്കിലൊക്കെ ഡിസൈനുള്ള വർക്കുള്ള ബ്ലൗസ് ആണെങ്കിൽ നമ്മുടെ ഡിസൈനൊക്കെ ഒരു സൈഡിലോട്ട് ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും. കറക്റ്റ് ഒരു ഫിറ്റിംഗ് ആയിട്ട് തോന്നില്ല. അപ്പോൾ എന്താ പറയുക, ആ ഗ്യാപ്പ് 2 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്രണ്ട് ഷോൾഡറും ആംഹോളും പട്ടപ്പീസും ഇടുപ്പിൻ്റെയൊക്കെ ഫിറ്റിങ്സ് കറക്റ്റ് ആകുമ്പോഴത്തേക്കും നോർമലായിട്ട് ആ 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വന്നോളും. അപ്പോൾ നമ്മുടെ അളവെടുക്കുമ്പോഴത്തേക്കും, നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ അളവെടുത്താൽ മതി. കറക്റ്റായിട്ട് വന്നോളും. ആ 2 ഇഞ്ച് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ബോഡിക്ക് നല്ല ഷേപ്പായിട്ട് തോന്നിക്കോളും. നമ്മൾ ഫ്രണ്ടിൽ ആം ഹോൾ വെട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, 1/2 ഇഞ്ചിന് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് കുഴിച്ചിട്ടാണ് വെട്ടുന്നത്. നമ്മുടെ ചാനലിൽ മൊത്തം ഈ മോഡൽ സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്, നമ്മൾ ആം ഹോളിൻ്റെ കട്ടിംഗ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡിലാണ് വെട്ടുന്നതെങ്കിൽ സ്ലീവിന് നമ്മൾ കുഴിച്ച് വെട്ടേണ്ട കാര്യമില്ല. അല്ല, സ്ലീവ് കുഴിച്ച് വെട്ടുന്നവരാണെങ്കിൽ ആം ഹോൾ കുഴിച്ച് വെട്ടരുത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ ആയാലും ഷോൾഡർ ഇടിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷോൾഡറിന് അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ നെക്കിൻ്റെ ഒരു സംഭവത്തിൽ നമ്മൾ ആ ഒരു വലിച്ചിൽ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതേപോലെ ഒരു വലിച്ചിലുണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. അന്നേരം ഷോൾഡർ നമുക്ക് ഇടിഞ്ഞു പോകും. അപ്പോൾ അതൊന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം.
ബ്ലൗസിൻ്റെ ഈ ചെറിയ ചെറിയ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ ഫിറ്റിങ്ങോട് കൂടെ നമുക്ക് നല്ല സൈഡിൽ നല്ല നമുക്ക് ബോഡിക്ക് നല്ല ഷേപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള ബ്ലൗസ് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏത് സാരി എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തയ്ക്കുമ്പോഴത്തേക്കും ഇത് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.